നല്ല ചായ. ഇഞ്ചി ഇട്ടുണ്ട്. അതെ, ഞാൻ സ്വന്തമായി ഇട്ടു. എന്നിട്ട് ഞാൻ തന്നെ പറയും നല്ലതാണ്. നിങ്ങൾ ആരും പറയില്ലല്ലോ. അച്ഛാ, നിങ്ങൾ എപ്പോഴും പറയാറില്ലേ എനിക്കൊരു ലക്ഷ്യബോധം ഇല്ല എന്ന്. അതില്ലല്ലോ, ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്തിരിക്കുന്നു. എന്നാൽ ലക്ഷ്യബോധം എനിക്കുണ്ട്. അത് പറയാനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈശ്വര, പുതിയൊരു അറിവാണല്ലോ. അറിഞ്ഞില്ല കേട്ടോ മക്കളെ. മണി ജുമാരി മോള് പറ. അതെയാണ് അച്ഛാ, എനിക്കൊരു ഓട്ടോബയോഗ്രഫി എഴുതണം. എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കണം. നല്ല ഐഡിയ. താങ്ക് യു. അതൊക്കെ വലിയ വലിയ മഹാന്മാരാണ് എഴുതുന്നത്. ഓട്ടോബയോഗ്രഫി, അതിനെന്തെങ്കിലൊക്കെ എക്സ്പീരിയൻസ് വേണോടെ. എന്റെ മന്ദബുദ്ധി ചേച്ചി, എക്സ്പീരിയൻസ് ഉള്ളവർക്കും മഹാമാർക്കും മാത്രമേ ഓട്ടോബയോഗ്രഫി എഴുതാന്ന് വല്ലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ പിങ്കിക്കും ഓട്ടോബയോഗ്രഫി എഴുതാം കേട്ടല്ലോ. പിന്നെ നാളൊരു കാലത്ത് ഞാൻ മഹാനാവോ ഇല്ലെന്ന് ആരെങ്കിലും കണ്ടോ? ഓ, നാളെ മറ്റൊരു കാലത്ത്, ഇൻ ഫ്യൂച്ചർ അല്ലേ? അതെ. അറിഞ്ഞില്ല. ആയിക്കോ എഴുതിക്കോട്ടോ. എന്താടി നിനക്കൊരു അവലക്ഷണം കിട്ട ചിരി? അമ്മ, അതല്ല, ഇവള് ഓട്ടോബയോഗ്രഫി എഴുതുന്നു പറഞ്ഞല്ലോ. അല്ല, ഇവക്ക് എന്താണ് ഇത്ര എഴുതാനുള്ളത്? കൂടിപ്പോയാ അടുക്കളയിൽ നിന്ന് കട്ട് തിന്നുന്നതും ഈ പാത്രത്തിൽ കൈയിട്ട് വരുന്നതും ഇതുപോലെ പാത്രം പിടിച്ച് തിന്നോണ്ടിരിക്കുന്നതൊക്കെ എഴുതുള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. അത്രേ ഉള്ളൂ. അതെന്തൊരു ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. എടി മണ്ടി, ഈ ജീവചരിത്രമൊക്കെ എഴുതുന്നത് എന്തിനാന്നറിയോ? എന്തിനു? എടി, അത് വായിക്കുമ്പോ വായനക്കാർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, ഈ മഹാത്മജിയും അബ്ദുൽ കലാം ഒക്കെ എഴുതിയിട്ടില്ലേ? അതൊക്കെ എത്ര പേർക്കാണ് പ്രചോദനമായെന്ന് അറിയാം. അവരുടെ ജീവചരിത്രം പ്രചോദനല്ലേ? അതിപ്പോ പ്രചോദനം കിട്ടുന്ന കാര്യം ഞാൻ ചെയ്താ പോരെ? അത് മതി. പിന്നെ അത് ഈ വീട്ടിൽ നടക്കുമെന്ന് എനിക്ക് തോന്നല്ലോ. അതെന്തടി? 2 പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുത്തതിന് നിങ്ങൾ കാണിച്ച പുകിൽ ദൈവമേ. ഓഹോ, അത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി നീ ചെയ്താണല്ലേ? അറിഞ്ഞില്ല മക്കളെ. തന്നെ ഭയങ്കര പ്രചോദനമായിപ്പോയി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതി ആയിപ്പോയി. അതാണ് പറയുന്നത്. താങ്ക് യു. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത്. ഓക്കെ. മാമൻ വരുന്ന അളിയൻ വന്നു. ചേട്ടാ വാ വാ. ചേട്ടാ വാ, ഇരിക്ക്. വേണ്ട, ഇരിക്കളിയാ. വേണ്ട അളിയാ, ഇങ്ങോട്ട് വന്നേ. വേണ്ടെന്നല്ലേ വന്നേ, ഇരുന്നേ. അയ്യോ, ഞാൻ ചേട്ടനെ കുറിച്ച് ഇന്ന് രാവിലെ കൂടെ വിചാരിച്ചതേ ഉള്ളൂ. ഞാനും. എന്തിനാ അളിയാ കള്ളം പറയുന്നേ? നിങ്ങൾ ആരും എന്നെ കുറിച്ച് വിചാരിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്ത് മാമ അങ്ങനെയൊക്കെ പറയുന്നേ? ദണ്ഡമുണ്ടടി മോളെ. എന്ത് അളിയാ പണിക്കുട്ടാ? അല്ല, അളിയൻ എങ്ങനെ ചിന്തിക്കുന്നതില് എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ പെങ്ങള്, ഒരേ ഒരു പെങ്ങളും, അവളെന്നെ അന്യനായിട്ട് കാണുന്നതിലേ എനിക്ക് വിഷമം. ചേട്ടൻ എന്തേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്തോ ഇത് ചേട്ടൻ എപ്പോഴും ഞാൻ എന്നെ പോലെ കണക്കാക്കിയത്? മാമൻ എന്തോ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ മാമ ഇങ്ങനെ പറയൂല. എന്തു പറ്റി മാമ? ഇനിയിപ്പൊ എന്തോന്ന് പറ്റാൻ പോളായി. എന്റെ ജീവിതത്തില് പെങ്ങളും അളിയനും പിള്ളേരും ഒക്കെ ആയിരുന്നു ഏറ്റവും വലുത്. ഇപ്പൊ നിങ്ങക്ക് ഞാൻ വെറും കരുവേപ്പില്ല. മണിക്കുട്ട ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയാതെ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ, എന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം അളിയാ? ഇവിടെ ഒരു വിശേഷം ഉണ്ടായ ഞാൻ അറിയണ്ടേ? അതിന് മാത്രം ഇവിടെ എന്ത് വിശേഷം മാമ ഉള്ളത്? ആർക്ക് വിശേഷം? ചിന്നുവിന്റെ കല്യാണ കാര്യം. ഓ, അവളതല്ലേ എന്നെ വിളിച്ചു പറഞ്ഞളിയാ. എനിക്ക് അതിനകത്തൊന്നും അല്ല വിഷമം. നിങ്ങൾ ആരെങ്കിലും ഒരാള് എന്നെ വിളിച്ച ഒന്ന് പറഞ്ഞില്ലോ എന്നാ. ഓഹോ, അപ്പം ചിന്നു മണിക്കുട്ടനെ വിളിച്ച് പറഞ്ഞല്ലേ? പറഞ്ഞളിയാ. അവക്ക് മാത്രമേ ഉള്ളൂ ഈ വീട്ടില് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. ചേട്ടനെ വിളിച്ച് ഞാൻ പറയാനിരിക്കായിരുന്നു ഈ കാര്യം. നിങ്ങൾ ആരും വിളിച്ച് എന്നോട് പറഞ്ഞില്ലെങ്കിലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ സമയാസമയങ്ങളിൽ ഞാൻ അറിയളിയാ. പിന്നെന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടടി. ചിന്നുവിന് സമ്മതമില്ലാതെ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല അളിയാ. ഈ പുലിയുടെ വീട്ടിൽ മണിക്കുട്ടനെ എല്ലാവർക്കും അറിയാമല്ലോ. സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. ചേട്ടാ, അവൻ നല്ല പയ്യനാ, ആ രാമനെ.
ഇനി അത് നീ പറഞ്ഞാ മതി, എനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? ആ അതെ മാമ, ഇതുപോലത്തുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ല, ആ ഒരുപാട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. അതെ അതെ അതെ. ഇനി ഒരു പക്ഷെ അവക്ക് സമ്മതമല്ലെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തത്തില്ല അളിയ. നടത്തണ്ടോ അമ്മ? ആ കുഴപ്പമില്ല, നമുക്കത് ഇപ്പൊ മാമ വന്നല്ലേ ഉള്ളൂ, അകത്ത് പോയി fresh ഫ്രഷ് ആയി ആവാം. റിലാക്സ് ആയിട്ട് തീരുമാനിക്കാം. വാ അതെ, വാ. അളി ഒന്ന് പോയി ഫ്രഷ് ആയിക്കേ. വാ മാമ, ചെല്ലു മണിക്കൂടാ. അത് വാ. മണിക്കുട്ടയുടെ വെട്ട് ഇനി ഇത് നടക്കൂല. അതെ, നിങ്ങൾ അന്ന് കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയില്ല, പക്ഷെ എനിക്ക് ഇന്ന് നല്ല സംശയം തോന്നുന്നുണ്ട്. എന്തോന്നു? അല്ല, ചിന്നുവും മണിക്കുട്ടൻ ചേട്ടനും തമ്മിൽ എന്തോ ഒരു ഇതില്ലേ? അല്ല, ഇനി അങ്ങനെ അത് ഉണ്ടെങ്കിലേ അതും നടത്തൂല ഞാൻ. നിങ്ങളെ എന്തൊരു ആങ്ങളെയാണ്. ചിന്നുവിനൊരു ജീവിതം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, പക്ഷെ ഈ മണിക്കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, എന്റെ ചേട്ടൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നടത്തിയിരിക്കും. ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എന്റെ ചേട്ടൻ കാണാലോ, കാണാം, കാണിച്ചു തരാം. ഞൊട്ടയിടറി. ആ. പേടിച്ചു ഞാൻ. ചേട്ടാ ജ്യൂസ്. മധുരം മതിയാ? മതി മതി. എന്താ അവന്റെ പേര്? ഏവന്റെ ഈ ചിന്നുവിനെ കെട്ടാൻ പോന്നവന്റെ. ആ, രാമനുണ്ണി. നമ്മള് വീട്ടിലൊക്കെ രാമാന്ന് വിളിക്കും. മാമ വെറും രാമനല്ല, റാം. ഓ അളയാ, ഒരു ഗതിയും പരഗതിയില്ലാതെ ഇവിടെ നടന്നപ്പോഴേ രാമനുണ്ണി ഇപ്പൊ എങ്ങാണ്ട് ഗൾഫിലൂടെ പോയിട്ട് കുറച്ച് കാശുണ്ടാക്കി, ഏതാ അറബിയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കി, അപ്പൊ വലിയ റാമായി. അല്ല, അവൻ കാണാൻ എങ്ങനെ? ഒരു വേട്ടാവളിയെ. അങ്ങനെയൊന്നുമില്ല, കാണാനൊക്കെ കൊള്ളാം. ഒരു യോഗ്യൻ. യോഗ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ അത്രയും വരുവോ? അത് പിന്നെ അങ്ങനെ ആവോ? മാമനെ പോലെ സൗന്ദര്യവും കഴിവും യോഗ്യതയൊക്കെ ഉള്ള ആരുണ്ട് അല്ലേ? അതാണ്. അതിപ്പോ എന്റെ മാത്രം കഴിവല്ലടി, നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. പാരമ്പര്യം. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ എല്ലാവർക്കും ഒരു സംശയം. നിനക്ക് മാത്രമാണോ? അല്ല, എനിക്കല്ല, ആ. രവിയേട്ടനും പിള്ളേർക്കും. എനിക്ക് സംശയമൊന്നുമില്ല. എന്തോന്ന്? പിന്നെ ആർക്കാ സംശയം? എന്നാ ഞാൻ തന്നെ പറയാം. അതായത് നമ്മുടെ ചിന്നു ചേട്ടനും തമ്മിലേ എന്തോ ഒരു ഇതില്ലേന്ന്. ചിന്നു ഞാൻ തമ്മിലോ? ആ, ആർക്കാ സംശയം? അത് അമ്മയ്ക്കാണ്. എനിക്ക് ചെറുതായിട്ട് ഇവർക്കുള്ള. അല്ല, ഞങ്ങൾ തമ്മിൽ എന്തുണ്ടെന്നാ പറയുന്നത്? അത് പിന്നെ മാമ ലവ്, പ്യാർ, മൊഹബത്ത്. എന്നാ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ചിന്നുവിനോട് ലവ്, മുഹബത്ത്, പ്യാർ, സബ് കുച്ച് ഹൈ. സബ് കുച്ച് ഹൈ. അയ്യോ, സന്തോഷമായി. ദൈവമേ, ഇത് മൊത്തത്തിൽ ഒരു കൊളാബറേഷൻ ആയല്ലോ. എന്തോന്ന് കൊളാബറേഷൻ? മണി, ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി ഞാൻ സമ്മതിക്കില്ല ഇത്. എന്തച്ചാ ഇത്? അത് സമ്മതിക്കൂല, ഇത് സമ്മതിക്കൂല. അല്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുക്ക്. അതും ഇല്ല ഇതും ഇല്ല. ഇത് എന്ത് കഷ്ടം അച്ഛാ. ഓരോന്ന് പ്രശ്നങ്ങൾ. അമ്മ എന്തമ്മ ഒന്നും മിണ്ടാത്ത? മക്കളെ, സ്വന്തം കാര്യം വരുമ്പോഴേ എല്ലാരും സ്വാർത്ഥരാകും. എന്റെ ചേട്ടന് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിക്കും. ഓ പിന്നെ നമുക്ക് കാണാം. കാണാൻ ഒന്നുമില്ല. ഓ കാണാം. ദൈവമേ, ഇവിടെ ഒരു യുദ്ധക്കളം ആവുമല്ലോ ഈശ്വര. ചെടി ചിന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സമാധാനമായിട്ടിരിക്കെ, വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എടി ധൈര്യമായിട്ടിരിക്കും, ഞാനില്ല നിന്റെ കൂടെ. ആ, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റ്. ഓക്കെ, വെച്ചോ. ആ, അല്ല അത് ഇവിടെ
അപ്പൊ നിങ്ങള് ഒളിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ? ഒളിച്ചൊന്നുമില്ല. കണ്ടുപിടിച്ചു. ആരോ അമ്മ വിളിച്ചേ? ഞാനോ വിളിച്ചാണോ? അത് അമേരിക്കൻ പ്രസിഡന്റിനെ അടി. അമേരിക്കൻ പ്രസിഡന്റ്. അപ്പച്ചി എന്താ പറഞ്ഞേ? അവളാകെ വിഷമത്തിലാടി. അയ്യോ, എന്ത് വിഷമ മാമ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് വിഷമിക്കുന്ന എന്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് അവര് നടത്തി തരില്ലേ? പിന്നെ നടത്തരുവോ? ആര്? പിന്നെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ചെറിയ പൊട്ടനും ചില്ലൊക്കെ ഉണ്ടാവും. ഉണ്ടാവോ? അത് സ്വാഭാവികം. അയ്യോ, പക്ഷെ അത് മാമൻ കാര്യാക്കണ്ട മാമ. കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും അല്ലേ? മാറിക്കോളുമല്ലേ? മാറും. പിന്നെ ഞങ്ങൾ ഫുൾ സപ്പോർട്ടല്ലേ മാമൻ? നിങ്ങൾ എന്റെ കൂടെ വേണം. കാലു വരത്തില്ലല്ലോ, കാലു വരത്തില്ലല്ലോ. അങ്ങനെ കാല് വരാം. എന്നാ മാമൻ ഒരു കാര്യം പറയാടി. എനിക്ക് നിങ്ങൾ എങ്ങനാണോ അങ്ങനെ തന്നെ ചിന്തി. അപ്പൊ മാമൻ നേരത്തെ പറഞ്ഞത് അളിയനോട് പറഞ്ഞോ? അത് ചുമ്മാ അളിയനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയില്ലയോ? എനിക്ക് അവളോട് പ്യാറാണ്, മുഹബത്താണ്, മറ്റേതാണ്, മാങ്ങാത്തുലിയ എന്നൊക്കെ പറഞ്ഞത്. അതെ, അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്നാലും പിള്ളേരെ നിങ്ങൾ എന്നെ സംശയിച്ചു കളഞ്ഞല്ലോ. അയ്യോ മാമ, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലെന്ന്. പിന്നെ ഈ അച്ഛനും അമ്മയും കിടന്ന് ഇങ്ങനെ പറഞ്ഞ പിന്നെ നമ്മള് അപ്പച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പം അപ്പച്ചി പറഞ്ഞു മാമനോട് ചോദിച്ചിട്ടേ എന്ത് തീരുമാനവും എടുക്കുള്ളൂ. അത് അവള് അങ്ങനെ അത് കേട്ടപ്പം ഞങ്ങൾക്കും കൂടി ഒരു ചെറിയ ഡൗട്ട് തോന്നി. സംശയം അല്ല, അതിപ്പോഴേ ഞാനിതിപ്പം ഇക്കാര്യം ഒന്ന് അന്വേഷിക്കണമല്ലോ. അവൻ രാമനാണോ രാവണനാണോ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. ശരിയാ. ശരി, അതൊക്കെ പോട്ട് മാമ. അവൻ രാമനാണെങ്കിൽ അവളെ അവന് കെട്ടിച്ചുവിടും. അഥവാ രാവണനാണെങ്കിൽ അവൻ വിവരം അറിയടി മക്കളെ. അത് കളിക്കാമോ? അത് കൊള്ളാം. അല്ല, ഞാൻ നാട്ടിലൊക്കെ അവന്റെ നാട്ടിലൊക്കെ ഏകദേശം ഒരു അന്വേഷണമൊക്കെ നടത്തി. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനുഷ്യരുടെ കാര്യമല്ലോടി. ഇവനങ്ങ് ഗൾഫില്ലയോ കുറെ കാലമായിട്ട്. അവിടെ എന്ത് തരികിട നടക്കുന്നു നമുക്കറിയാൻ പറ്റുമോ? ശരിയാ, മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. മാമ നമുക്ക് ഗൾഫിൽ പോയി ഒന്ന് തിരക്കിയാലോ? നീ വരുന്നോ? പിന്നെ നീയോ? ചേച്ചി വരും. ഫ്രീ ആണല്ലോ. 1, 2, 3 ടിക്കറ്റ് എടുക്കും. പാസ്പോർട്ട് ഇല്ല, അത് ഉടനെ ഒപ്പിക്കേണ്ടി വരും. അതൊക്കെ എടുക്കണം. ഒരാഴ്ച മതി. ബാക്കി വിസ എല്ലാം കൂടെ മാമനെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരുടെ ഗൾഫിന് വരാം. പിന്നെ എടി, അതിനൊക്കെ അറിയാനുള്ള സംവിധാനമൊക്കെ എനിക്കുണ്ട്. ഞാൻ വേറെ അന്വേഷിച്ചോളാം കേട്ടോ. അത് മാമ രാമങ്ങളുടെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ചെറിയ ചുറ്റുകളിയും കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി പാവമാണ്. പാവമൊക്കെയാണ് മാമ, കണ്ടിട്ട് വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് അച്ഛൻ എന്ത് ഇത്ര വെറുപ്പെന്നാണ് ആ അങ്കിളിന്റെ കൂടെ. അതാടി എനിക്കും സംശയം. അങ്ങേരാണെങ്കിൽ ഏതു മനുഷ്യനെയും വിശ്വസിക്കുന്ന ആളാ, എല്ലാരെയും സ്നേഹിക്കുന്ന മനുഷ്യനാ. അങ്ങേർക്ക് ഇവനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടല്ലോ. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും വിട്ടു പറയുന്നില്ല. ആണോ? മാർഗമുണ്ട്. ഞാൻ അവനെ പോയി ഒന്ന് കണ്ടാലോ? ആര്? അങ്കിളിനെയാ? രാമനെ. അല്ല വേണ്ട മാമ, മാമൻ അങ്ങോട്ട് പോയി കാണണ്ടൊക്കെ മോശം. രാമങ്ങളുടെ ഒരു വിളി വിളിച്ചാൽ അത് ഇങ്ങ് പറന്നെത്തും. അങ്ങനെയാണെങ്കിലേ നീ അവനെ വിളിക്ക. മണിക്കുട്ടൻ കുരുക്കൾ വിളിക്കുന്നു പറ. ഓക്കെ, ഇങ്ങോട്ട് വരാൻ പറ. ഓ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ബാ. അതെ, എന്റെ പെങ്ങളുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്താൻ എനിക്കറിയാം കേട്ടോ. നിങ്ങൾ നല്ല അന്തസ്സായിട്ട് നടത്തി കൊടുത്തൊരു കല്യാണം കാരണം അവളുടെ ജീവിതം നശിച്ചതേ എല്ലാവർക്കും ഇവിടെ ഓർമ്മയുണ്ട്. ഭയങ്കര സ്നേഹം തന്നെ അനിയത്തിയെടുത്ത്. അതേടി സ്നേഹം തന്നെ. ഈ സ്നേഹം എന്ന് പറഞ്ഞത് മനസ്സിനാണുള്ളത്, അല്ല നാട്ടുകാരെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. നാട്ടുകാരെ കാണിക്കാനെങ്കിലും ഇത്തിരി സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് പറയില്ലായിരുന്നു. എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കില്ലേ. നീ പറയൂടി, നീ ഇതും ഇതിന്റെ അപ്പുറവും പറയും. കാര്യം നിന്റെ കുടുംബ പാരമ്പര്യം അതാണ്. കുടുംബത്തെ പറ്റി പറഞ്ഞോണ്ടല്ലോ. നിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് കൊണ്ട് അതുപോലെയാണ് എനിക്കും. മനസ്സിലായ? എന്റെ കുടുംബത്തിലുള്ളവരെ ഈ തല്ലും പിടിയായിട്ട് നടക്കുന്ന ഗുണ്ടകളെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ചേട്ടനെ ഗുണ്ടാന്ന് വിളിച്ചോണ്ടല്ലോ. പിന്നെ അല്ലാതെ സ്വന്തം അനിയത്തിക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ പോകുമ്പോ അത് മുടക്കുന്നൊരു ചേട്ടൻ. നിങ്ങൾക്ക് ഭ്രാന്താണോ മനുഷ്യ?
അതെ എനിക്ക് ഭ്രാന്ത്. നീ ഇങ്ങനെ തന്നെ പറയണം. ഭാര്യ മക്കള് കുടുംബം എന്നൊക്കെ പറഞ്ഞ് നടക്കണ എനിക്ക് ഭ്രാന്ത്. ഭാര്യ മക്കൾ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് അമ്മ പെങ്ങളെന്നും കൂടെ ചിന്തിക്കണം. അമ്മ പെങ്ങളെന്നുള്ള ചിന്തയൊക്കെ എനിക്കുണ്ട്. ഓ, പിന്നെ? മനസ്സിലായ? നിനക്ക് മാത്രമേ ഉള്ളൂ കുടുംബം. അനിയത്തിക്ക് ഒരു നല്ല ജീവിതം കിട്ടുമ്പോ മുടക്കുന്നൊരു ചേട്ടൻ. ദൈവമേ, ചിന്നുവിന് ഇതുപോലത്തെ ഒരു ചേട്ടൻ എവിടെ നിന്ന് കിട്ടിയോ? അല്ല ആര് മുടക്കണ്? അവളുടെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. എനിക്കറിയാം നല്ല ചെറുക്കനെ കൊണ്ട് കണ്ടുപിടിക്കാനൊക്കെ എത്തിക്കാനൊക്കെ. ഇത്രയും കാലം ഒന്നും ചെയ്തില്ല. രണ്ടാലോചന രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നു. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ഇത്രയും കാലം ആയില്ലേലും കുഴപ്പമില്ല. എല്ലാത്തിനും അങ്ങനെ സമയമുണ്ട്. പോയി അവളങ്ങ് പല്ലിൽ മൂക്കിൽ പല്ലും വന്ന് ജീവിക്കും. അത്ര പ്രായമൊന്നും അവൾക്ക് ആയിട്ടില്ല. ഇനി ഏത് കാലത്താണോ അവരുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. എന്തുവാ പ്രശ്നം? ചേട്ടൻ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഇത് നടത്തി തരും. എന്ത് നടത്തി തരൂന്ന്? ചേട്ടന്റെ കല്യാണം ചിന്നുമായിട്ട്. കല്യാണം നടത്തി കൊടുക്കാൻ മാരമോ ബ്രോക്കർ? എന്റെ അളിയ അളിയാ ഇത് നടക്കൂല. കാര്യം ഞാൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കും തോന്നില്ല. അയ്യോ അച്ഛാ അമ്മേ, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു കുന്തവും ഇല്ല ഇവര് തമ്മിൽ. പിന്നെ നേരത്തെ അളിയൻ പറഞ്ഞതോ ചിന്നുമായിട്ട് സ്നേഹമാണ്, പേരാണ്, മുഹമ്മദാണ്. എന്റെ അളിയ എനിക്ക് അളിയനോട് സ്നേഹമില്ലേ, എന്റെ പെങ്ങളോട് സ്നേഹമില്ലേ, പിള്ളേരോട് സ്നേഹമില്ലേ, അതുപോലത്തെ ഒരു സ്നേഹം ആ ചിന്നുവിനോടും. അപ്പൊ അങ്ങനത്തെ അറ്റാച്ച്മെന്റ് ആയിരുന്നോ? പിന്നല്ലാതെ അപ്പച്ചി ഒരു പാവമായതുകൊണ്ടും പിന്നെ അപ്പച്ചിയുടെ എല്ലാ സിറ്റുവേഷനും മാമൻ അറിയാവുന്നത് ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്നേഹം. പിന്നെ അവിടെ ഒരു കാര്യം വരുമ്പം ഞാൻ ഇടപെണ്ടായോ? എനിക്കിത് പണ്ടേ അറിയായിരുന്നു ചേട്ടാ. ഈ രവിയേട്ടനാണ് ആവശ്യമില്ലാത്ത സംശയം കൊണ്ടിട്ടത് തലയില്. അത് പിന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. അല്ല അത് ന്യായമായ സംശയമാണ്. അളിയനത് തോന്നിക്കാണ്. കാരണം ഞാനും ചിന്നും കൂടെ അളിയനെ വട്ടക്കിറക്കാൻ വേണ്ടി ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട്. എന്നാലും അച്ഛ എന്റെ മാമൻ എങ്ങനെ സംശയിച്ചില്ല? പാവം മാമൻ. മണിക്കുട്ട സോറി മണിക്കുട്ട. അല്ല ഇനിയിപ്പോ സോറി പറഞ്ഞോണ്ട് എന്തുവാ കാര്യം? എന്റെ അളിയ അവിടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉണ്ട് അത് തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം ഉടനെ നടത്താം. അല്ലിപ്പം നല്ലൊരു ചെറുക്കൻ വന്നിട്ടുണ്ടല്ലോ, രാമൻ. അതന്നെ. അയ്യ അത് ശരിയാവില്ല. അവ ഒരു ഉടായിപ്പാണെന്ന്. അത് ശരിയാവില്ല. അല്ലല്ല ഉടായ്പൊന്നും അല്ല. ചേട്ടന്റെ അമ്മ നല്ലോണം പറഞ്ഞേക്കാണ്. പിന്നെ അളിയന്റെ അമ്മ തന്നെ നല്ല പയ്യനാന്ന് പറഞ്ഞു. അതേതായാലും എന്തായാലും നമുക്ക് അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം. അയ്യോ മണിക്കൂട്ട് അന്വേഷിക്കാൻ ഒന്നുമില്ല. അവനെ കൊച്ചുനാളിന് മുമ്പേ എനിക്ക് അല്ല അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ ചിന്നുവിന് വാക്ക് കൊടുത്താ നാളെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ ഫോൺ വിളിച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യമുണ്ടല്ലേ? ഇതെന്താ അളിയൻ ഇങ്ങനെ? അവനോട് എന്തോ ഒരു വൈരാഗ്യം പോലെ. അതൊന്നുമില്ല. ഒന്നുമില്ല. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ വാ തുറന്നൊന്നും പറയുന്നു. ഞങ്ങൾ ചോദിച്ചിട്ട് അച്ഛ കാര്യം പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലെന്ന്. അല്ല പോയാലോ? അവര് തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ? പറയണില്ല. വരട്ടെ പെങ്ങളെ, നമുക്കേ അവൻ വരട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. അല്ല നിനക്ക് എന്നോട് അത്ര ഇഷ്ടമായിരുന്നു? ഇഷ്ടം കൊള്ളാം. ഞങ്ങളെക്കാളും ഇഷ്ടമാണ് മാമനോട്. അതൊക്കെ അത്രേ ഉള്ളൂ. എന്റെ കൂടെ പിറപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തിൽ എനിക്ക് വേറെ ആരും. അതെ നമ്മുടെ മണിക്കുട്ട മാമൻ വന്നിട്ടുണ്ട് കേട്ടോ. അണ്ണന് മണിക്കുട്ട മാമന്. മാമൻ വന്നതേ അങ്കിളിനെ പറ്റി തിരക്കാൻ തന്നെയാ. അങ്ങനെ വീഴ്ത്ത നീ എന്നെ എന്തെങ്കിലും വഴി പറഞ്ഞോ? എന്താ വല്ല ടിപ്പും പറഞ്ഞോ? അതിപ്പം ഉണ്ട് ഒരു വഴിയുണ്ട്. അതെ മാമന് കളരിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര വീക്ക്നെസ്സാ. നീ ഒരു കാര്യം ചെയ്യ്, നീ കളരിയൊക്കെ അറിയാൻ തട്ടി വിട്ടോ. കളരിയും കറിയാട്ടൊക്കെ അറിയാന്ന് പറ. ഇത് പണിയാവൂ. എന്തിനു പേടിക്കണേ? ഈ പിങ്കിയല്ലേ ഇവിടെ ഉള്ളത്, പേടിക്കൊന്നും വേണ്ട. ഞാനേ ഇങ്ങനെ ഓരോ ടിപ്സ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാം. അത് കേട്ട് അതുപോലെ അങ്ങ് ചെയ്താ മതി. പിന്നെ ഇതൊക്കെ റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എനിക്ക് കമ്മീഷൻ വേണം, അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ കമ്മീഷന്റെ പരിപാടിയൊക്കെ ഏറ്റിട്ടുണ്ടല്ലോ എല്ലാം. നടന്ന കമ്മീഷൻ അല്ല എന്തും തരും. മാമന്റെ അടുത്ത് തന്നെ കമ്മീഷൻ ചോദിക്കണം. സാരമില്ല പോട്ട്, എന്തായാലും എന്റെ ആവശ്യമായി പോയില്ല. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അപ്പം വിളിച്ച് പറഞ്ഞിരിക്കും. ഉറപ്പ്. പിങ്കിയുടെ വാക്കാണ്. ഓക്കെ. എടീ ഒറ്റുകാരി. എന്തോ? ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ മനസ്സിരിപ്പ്? അത് പിന്നെ നമ്മള് തിന്ന ചോക്ലേറ്റ് നന്ദി കാണിക്കണ്ടേ റിങ്കി? ആണോ? ഇന്ന് ഞാനിപ്പൊ അറിയിക്കാം അച്ഛനെ അമ്മയും. അയ്യോ വിളിക്കല്ലേ. അതൊക്കെ പറ. അവരെയൊന്നും വിളിച്ച് ആൾക്കാരൊന്നും അറിയിക്കല്ലേ.
ഞാനേ കിട്ടുന്ന കമ്മീഷന്റെ പാതി നിനക്ക് തരാം. ഉറപ്പാണോ? ഉറപ്പ്. ആ എന്നാ ഓക്കെ. പിന്നെ കമ്മീഷന് വേണ്ടിട്ടൊന്നല്ല, ഒരു നല്ല കാര്യത്തിനല്ലേ, അതുകൊണ്ട്. അപ്പൊ കമ്മീഷൻ വേണ്ടായിരിക്കും. വേണ്ടായിരിക്കും അല്ലേ? കമ്മീഷൻ വേണം. അത് വാങ്ങിച്ചില്ലെങ്കിലേ ഞാൻ മന്ദബുദ്ധിയാണെന്ന് നീ വിചാരിക്കും. അത് പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ ഫുൾ സെറ്റ് അല്ലേ? സെറ്റ് കൊടുകൈ. ഓക്കെ.